മടുത്തൊരു പരുവായി. ഇന്നാ ഇതങ്ങോട്ട് വെച്ച്. മോളം തേടി ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞല്ലായിരുന്നോ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. നിങ്ങൾ എന്നാ ഫോൺ എടുക്കാത്തത്? ഞാൻ ഫോൺ വിളിച്ച് മടുത്തു. പിന്നെ നീ എങ്ങും എന്നോട് പറഞ്ഞില്ല. എപ്പോഴും ഞാനെന്താ ഫോണും കൈ പിടിച്ചോണ്ടിരിക്കുക? അല്ല, എന്തിന്റെ എന്നും ഈ സ്പെഷ്യൽ ക്ലാസ്? അത് പിന്നെ പരീക്ഷ എടുക്കാറായില്ലേ? നിങ്ങൾ ചുമ്മാ നിൽക്കാതെ പെട്ടെന്ന് പോയി മോളെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. സമയം 6 മണിയാകാറായി. ഇതുവരെ ക്ലാസ് കഴിയാറായിട്ടില്ലല്ലേ? ഇന്ന് ഞാൻ അവരോട് 2 വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ പൊന്നെ, നിങ്ങൾ വേണ്ടാത്തൊന്നു ചെന്ന ടീച്ചറിനോട് പറഞ്ഞേക്കല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ അവര് കിടന്ന് കഷ്ടപ്പെടുന്നേ. നിനക്കെന്ത് കുന്തോന്നറിയാം? ഇവളുമാർക്കൊന്നും യാതൊരു പണിയുമില്ല വീട്ടിൽ. എന്ന് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തോ വർത്താനാ നിങ്ങൾ ഈ പറയുന്നേ? ഒന്ന് പതുക്കെ പറ, വല്ലവരും കേക്കും. കേൾക്കട്ടടി, നിനക്ക് അവളുമാരെ പേടിയായിരിക്കും, എനിക്കതില്ല. ഇന്ന് ഈ കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് ഞാൻ വരൂ. അവളുമാരുടെ ഒരു സ്പെഷ്യൽ ക്ലാസ്. ഹലോ, ഇത് അച്ചുവിന്റെ അമ്മയല്ലേ? ആ, ഞാൻ അവളുടെ ടീച്ചറാ. ഞാൻ മോടെ കൊടുക്കാം. ഹലോ ഹലോ മമ്മി, ഇത് എവിടാ? ഒന്ന് വേഗം വാ. ഇത്രയും നേരമായിട്ട് ഇത് എന്തെടുക്കുവാ? ടീച്ചറാണ് എനിക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാരും പോയി, അറിയാവോ? ആ, എന്റെ മോളെ, പപ്പ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആള് നല്ല ദേഷ്യത്തിലാ. ഇന്ന് ആ ടീച്ചറിനെ വല്ലതും ഒക്കെ പറയും. എന്തിനാ മമ്മി പപ്പ ദേഷ്യപ്പെട്ടത്? സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നെന്നും പറഞ്ഞാ ദേഷ്യം. നീ പപ്പായെ കൊണ്ട് ആ ടീച്ചറിനെ ഒന്നും പറയിപ്പിക്കല്ലേ മോളെ. പിന്നെ മോളെ, പപ്പ വരുന്ന നോക്കി നിൽക്കണേ. ആ, നീ ഇനി ഫോൺ വെച്ചു. ശരി മമ്മി. ടീച്ചർ, പപ്പ ഇപ്പൊ വരുവേ. ഓക്കെ. ടീച്ചർ, ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഓ ഫാദർ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് പേരൻസ് ഒക്കെ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ഉറപ്പാക്കിയിട്ട് ടീച്ചർ പോകാവൂ. ആയിക്കോട്ടെ ഫാദർ. ടീച്ചർ അങ്ങനെയേ ചെയ്യുള്ളെന്ന് അറിയാം. ബട്ട് ആസ് എ പ്രിൻസിപ്പൽ ഐ ജസ്റ്റ് റിമൈൻഡ് യു. ഓക്കെ ഫാദർ. കുട്ടിയുടെ പപ്പ വന്നില്ലേ ഇതുവരെ? ഇല്ല, കുറച്ച് താമസിക്കും. ടീച്ചറെ, ശരി, മിസ്സിന്റെ ബസ് വരാറായോ? ബസ് വരാറായല്ലോ മിസ്സേ. ആ, സോണി മിസ് നിൽക്കുന്നുണ്ടല്ലോ. അച്ചുവും ഉണ്ടല്ലേ? അച്ചുണ്ട്. പഠിച്ചോണം കേട്ടോ. സംശയം വല്ലോണ്ട് ചോദിച്ചോണം. ടീച്ചറെ, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ബസ് ഇപ്പൊ വരും. ടീച്ചർ വരുന്നില്ലേ? ഞാൻ ഇവളെയും കൂടെ വിട്ടേച്ചു വന്നേക്കാം. ശരി, ഓക്കെ, ബൈ. പപ്പ പപ്പ പ്ലീസ് പപ്പ, ദേഷ്യപ്പെടല്ല. അപ്പൊ എന്റെ ടീച്ചർ പാവോ. അപ്പ ടീച്ചറിന് ഒന്നും പറയാല്ല പപ്പ, പ്ലീസ്. ആ ശരി ശരി, ഇനി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കല്ലേ. നീ വേഗം വന്ന് വണ്ടി കയറ്, പപ്പയ്ക്ക് ധൃതിയുണ്ട്. ഞാനൊന്ന് ടീച്ചറിനോട് പറഞ്ഞിട്ട് വരാം. എന്തു പറ്റി ടീച്ചർ? അവസാനത്തെ ബസ്സും പോയി അച്ചു. ഓട്ടോക്കാരെന്തോ മിന്നൽ പണിമുടക്കില്ല. നീ എങ്ങനെ വീട്ടിലെത്തും? ഒരു പിടിയില്ല. അതിനെന്താ ടീച്ചർ, ഞാൻ കൊണ്ടുവിടാലോ. ഞാൻ പപ്പായോട് പറയാം, വാ. പപ്പ വഴക്ക് പറയല്ലേ അപ്പ. ടീച്ചറിന്റെ ലാസ്റ്റ് ബസ്സും പോയി. പപ്പ ഒന്ന് കൊണ്ടുവിടാം പപ്പ, പ്ലീസ്. നാശം, അവരെങ്ങനെങ്കിലും പൊക്കോളൂ. നീ വേഗം ഒന്ന് വണ്ടി കയറ് പപ്പ, പ്ലീസ് പപ്പ. ഇത് വലിയ കഷ്ടമായല്ലോ. അച്ചു, നീ നിന്റെ പണി നോക്ക്. അവർക്ക് വീട്ടിൽ ചെന്നിട്ട് യാതൊരു പണിയുമില്ല. എനിക്കാണ് 100 കൂട്ടം പണിയുണ്ട്. പപ്പ, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു പോയി. ശരി ശരി, ഇനി അതിന് ഇന്ന് കരയണ്ട. അവരെ പോയി വിളി. ടീച്ചർ, പോകാം, വാ. നീ എന്നാ എന്റെ കൊച്ചെ ഇന്ന് ഇത്രയും താമസിച്ചത്? ഇന്ന് നേരത്തെ വരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതെങ്ങനെ വല്ല വിചാരമുണ്ടോ? ഒരു പൊടിക്കുഞ്ഞിനെ ഇട്ടിട്ട് പോയിരിക്കുക.
അതെങ്ങനാ സ്കൂളിൽ ചെന്നാ പിന്നെ നീ എല്ലാം മറക്കും. നീ എന്നാടി ഫോൺ വിളിച്ചാ എടുക്കാത്തെ? എന്താ അമ്മേ, എന്നാ പറ്റി? കുഞ്ഞെന്തേ? ഇനി എന്ത് പറ്റാനാ? രാവിലെ ഒരു കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ ഇറങ്ങിയതല്ലേ? അതാണെങ്കി ഇതൊരു പാല് പോലും കുടിച്ചിട്ടില്ല. പാവം, എന്റെ കുഞ്ഞിനാണ് ഭയങ്കര പനി. എന്റെ പൊന്നു മക്കള്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്. രാവിലെ കാറും എടുത്ത് ഇറങ്ങിയതാ. അങ്ങേരും ഫോൺ എടുക്കത്തില്ല, ഇവളും. എന്റെ കുഞ്ഞെ, കുറച്ചു നാള് കൂടി ലീവ് എടുക്കാൻ ഞങ്ങൾ അവളോട് പറഞ്ഞതാ. പറഞ്ഞാ കേക്കണ്ടേ? പരീക്ഷ എടുക്കാറായി, അവള് ചെന്നാലേ ശരിയാകൂന്നാ പറയുന്നത്. ഒരു മാർക്കെങ്കിലും അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കണമെന്ന് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവളുടെ കഷ്ടപ്പാട് ഇതുങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? അതുമില്ല. എന്റെ മോനെ, ജോലിക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇവൾക്കുള്ളതല്ല. പ്ലീസ് ഞങ്ങളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മോക്ക് ഭയങ്കര പനി. വേഗം വണ്ടിയിട്. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ? ഡോക്ടർ, മേ ഐ? മിസ്റ്റർ, 4 മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിന് അമ്മയുടെ കെയർ ആവശ്യമാണെന്ന് നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? സോറി ഡോക്ടർ, ഇതെന്റെ മകളുടെ ടീച്ചറാണ്. ഓ, ഐ ആം സോറി. ഡോണ്ട് വറി. കുട്ടിയെ നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. താങ്ക് യു ഡോക്ടർ. മോളെ, പപ്പ, അമ്മൂന് എങ്ങനെയുണ്ട്? സാരമില്ല മോളെ, അവൾ കുഞ്ഞല്ലേ. അമ്മയെ കാണാനും പാല് കുടിക്കാനും കരഞ്ഞു കരഞ്ഞ് പനി കൂടിയതാ. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ നിന്റെ ടീച്ചറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പാവം, ആകെ സങ്കടത്തില്ല. പപ്പ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ടീച്ചർ ഒത്തിരി നല്ല ടീച്ചറാന്ന്. പപ്പയ്ക്കിപ്പം മനസ്സിലായില്ലേ എത്ര നല്ല ടീച്ചറാ എന്റെ ടീച്ചറെന്ന്? എന്റെ പാവൻ ടീച്ചർ. സോറി മോളെ, പപ്പ മനസ്സിലാക്കാൻ ഏറെ വൈകി. ഇത്രയും നാൾ പപ്പ വികാരപരമായ പെരുമാറിയിരുന്നു. വിവേകത്തോടുകൂടി ആയിരുന്നേയില്ല. ഒരു നല്ല ടീച്ചർ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിന്റെ ടീച്ചർ പപ്പയെ പഠിപ്പിച്ചു.